പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പീഡനം എന്ന് തന്നെ പറയാം, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് ചെയ്യാൻ പ്രധാന കാരണം മറ്റൊന്നുകൂടി ഉണ്ട്. ഇന്ന് രാവിലെ ആദ്യക്കുട്ടൻ ഡയറി എഴുതിയിട്ടോ. കുറച്ച് ദിവസം അവന് ഡയറി കൃത്യമായിട്ട് എഴുതി പോകാറില്ല, ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ എഴുതാറുള്ളൂ. ഇന്ന് രാവിലെ ആദ്യം ഡയറി എഴുതിയ സമയത്ത് കൂടെ വെച്ചിട്ടുണ്ടാക്കല്ലേ കേട്ടോ. ഡയറി എഴുതിയപ്പം അവൻ അതിനകത്ത് എഴുതിയത് വയനാട്ടിലെ പ്രളയം വന്നത് കണ്ടിട്ട് പേടിയായി, അപ്പം അവിടെ ഒരുപാട് ആളുകൾ മരിച്ചു. അതുപോലെ ഇനിയിപ്പം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള വീഡിയോസ് കുട്ടികൾ കാണുന്നുണ്ട്, വാർത്തകളിൽ അതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പം അത് അവർക്ക് പേടിയാണ്. ഞങ്ങളുടെ സ്കൂളും കൂട്ടുകാരും ഒക്കെ പോകും, അങ്ങനെ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഇതുപോലെ ഞങ്ങളുടെ സ്കൂളും, അങ്ങനെയൊക്കെയാണ് അവൻ്റെ സംശയം, പേടി. അപ്പോഴാണ് ഞാനും ഓർത്തത് ശരിക്കും നമ്മളും അതിനെക്കുറിച്ച് പ്രതികരിക്കണമല്ലോ എന്നിട്ടോ. അപ്പം ഇത് നിങ്ങൾ കാണുന്നവർ ചിലർ ചിലപ്പോൾ വേണമെങ്കിൽ പറയും നിങ്ങൾക്ക് എന്ത് പോകാനാ, നിങ്ങൾ എന്ത് പ്രതികരിക്കാനാന്നൊക്കെ. പക്ഷേ ഈ പറയുന്ന 1, 2, 3, 4 ജില്ലകൾക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ തീർച്ചയാണ്. ശരിക്കും അതൊരു ജലബോംബ് തന്നെയാണ്, നമുക്കറിയാം അല്ലേ. നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ജലബോംബ് തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന്. അപ്പം ശരിക്കും ഇവർ ഈ കുട്ടികളൊക്കെ വാർത്ത കാണുമ്പോൾ അവർക്കൊക്കെ പേടിയാണ് കേട്ടോ. അപ്പോൾ അവരെന്നോട് ചോദിക്കും, അമ്മേ അത് പൊട്ടും അമ്മേ, അത് പൊട്ടിയാൽ നമ്മളെ വീട് മുങ്ങിയ എന്തോ ഒരു ഉയരത്തിലാണ് വെള്ളം വരിക. അപ്പോൾ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഓരോ സംശയങ്ങൾക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മറുപടി പറയുമ്പോൾ ചങ്ക് ഇടറാറുണ്ട് കേട്ടോ. ഇവനൊക്കെ ആദ്യക്കുട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, അവരൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്താ അമ്മേ അത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ, വെള്ളം കുറേ വരൂലേ, നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും അങ്ങനെ. പക്ഷേ വലിയ മോൻ അവൻ എന്നോട് പറയും, അമ്മേ എനിക്ക് മരിക്കണ്ട കേട്ടോ, അമ്മ എനിക്ക് മരിക്കണ്ട, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും എവിടെയെങ്കിലും പോവാം, ഏതെങ്കിലും ഈ മുല്ലപ്പെരിയാർ ഡാം വരാത്തടത്ത് പോവാം, അങ്ങനെ എന്താ പറയുക അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാത്ത എങ്ങോട്ടെങ്കിലും പോവാം. എനിക്ക് എങ്ങനെ പോകും, നമുക്ക് എങ്ങനെയെങ്കിലും പോവാം. പക്ഷെ കുട്ടികളുടെ മനസ്സിൽ വരെ വല്ലാത്തൊരു ഭീതിയാണ് സത്യം പറഞ്ഞാൽ ഈ വാർത്തകൾ. അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവങ്ങൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത്തരം വീഡിയോകൾ, ഇത്തരം പ്രവചനങ്ങൾ, ഇത്തരം വാർത്തകളൊന്നും സമൂഹ മാധ്യമങ്ങളിൽ വരാതിരിക്കണം. അത് വരാതിരിക്കുകയാണെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവർ പോലും, കുട്ടികളെ മാത്രം എന്തിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മുതിർന്നവർ പോലും ഇത് കണ്ടിട്ട് പേടിക്കേണ്ട ഒരവസ്ഥ വരില്ല. അപ്പോൾ ഇവിടെയുള്ള നമുക്ക് ഇത്രത്തോളം ഭീതിയാണെങ്കിൽ ഈ ഡാമിനോട് ചേർന്ന് താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉറങ്ങുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രത്തോളം ഞങ്ങൾക്ക് ഭയം തോന്നാറുണ്ട് കേട്ടോ ഈശ്വരാ, മുന്നോട്ട് ചിന്തിക്കുമ്പോൾ. ഈ പറയുന്ന ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുല്ലപ്പെരിയാർ ഡാം മാത്രമല്ല, ചെറുതോണി ഡാം, ഇടുക്കി ഡാം, അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളാനുള്ള ശേഷി നമ്മുടെ കേരളത്തിനില്ല. അപ്പോൾ അതുപോലെ എല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നീട് ഈ പറയുന്ന ജില്ലകളിലെല്ലാം എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്, പെട്രോൾ, ഡീസൽ, ഇതെല്ലാം കലർന്നുള്ള ജലം, മറ്റ് എല്ലാ മാലിന്യങ്ങളും. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ജീവിക്കേണ്ടതില്ല. അപ്പം ഒരു കണക്കിന് ബാക്കിയുള്ളവരും കൂടെ മരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ശരിക്കും ഞാൻ ഈ വീഡിയോയിൽ എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഏതോ ഒരു നമ്മുടെ അമ്മക്കിളി എന്ന് പറയുന്ന ചാനലിൽ ഞാൻ അവരുടെ ഒരു വീഡിയോ കണ്ടു കേട്ടോ. അപ്പോൾ അവർ ഒരു QR കോഡ് അതിൽ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കാനാണ് അവർ പറയണത്. നമ്മളെല്ലാവരും അതിനെതിരെ പ്രതികരിച്ചാലേ എന്തെങ്കിലുമൊക്കെ, എല്ലാവരും കേരളത്തിലെ ജനത ഒന്നടങ്കം പ്രതികരിച്ചാലേ അതിനൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഓരോരുത്തരും അത് പറയുന്നത്, എനിക്ക് മനസ്സിലായി. അപ്പം നമുക്കും അതിലൊരു ചെറിയ ഉത്തരവാദിത്വം ഇല്ലേന്ന് നമ്മളെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് കേട്ടോ നമ്മളും അത് പറയാൻ ഉദ്ദേശിച്ചത്. വേറൊന്നുമല്ല, തമിഴ്നാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നമുക്ക് യാതൊരു എതിർപ്പുമില്ല. കൂട്ടുകാർ, നിങ്ങൾ വന്ന് പൊങ്കാല ഇടരുത്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ജലം ലഭിക്കുന്ന രീതിയിൽ, നമ്മുടെ നാടിലെ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു ബദൽ ഡാം കെട്ടാനുള്ള ഒരു നിയമം അല്ലെങ്കിൽ അതിനുള്ളൊരു തയ്യാറെടുപ്പ് നമ്മുടെ ഭരണകൂടങ്ങൾ എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അതിനെതിരെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെന്ന് പറഞ്ഞാൽ നമ്മൾ പലരും പറയുന്ന ഒരു ഭീതിയാണ് കേട്ടോ. ഇന്നിപ്പോൾ വാർത്തയിൽ കേട്ടു 3 ദിവസം കഴിഞ്ഞാൽ ശക്തമായ മഴ തുടങ്ങുമെന്ന്. അപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ ഇതില്ലേ വാർത്തയിൽ കേൾക്കുന്ന ഇതാണ്, വീഡിയോകൾ ഫോൺ ഓണാക്കിയ വീഡിയോകൾ കാണുന്ന ഇതാണ്. അപ്പോൾ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന പേടി ഇതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഈ ഒരു ജലബോംബിനെതിരെ അതിന് എതിരെയല്ല, അത് വേണം. നമുക്കറിയാലോ, നമുക്ക് വെള്ളത്തിനും കറണ്ടിനും ഒക്കെ നമുക്കത് അത്യന്താപേക്ഷിതം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ശാശ്വതമായ രീതിയിൽ നമ്മുടെ കേരളത്തിലെ ജനതയ്ക്ക് അതൊരു ഭീതിയാകാത്ത രീതിയിൽ അതിൻ്റെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ നിലനിൽപ്പിനെ സംരക്ഷിക്കുന്ന രീതിയിൽ അതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മളൊന്നടങ്കം എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് ദയവ് ചെയ്തിട്ട് അധികാരികളൊക്കെ അറിയുന്നുണ്ടല്ലോ, അധികാരികളൊക്കെ വേണ്ട തീരുമാനങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. കുട്ടികളുടെ ഈ ഒരു ഉള്ളിലുള്ള ഭയം ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ കുടുംബങ്ങളിലെ ഈ പീഡനങ്ങൾക്കെതിരെ കേസുണ്ട്, ഗാർഹിക പീഡനം, അങ്ങനെ പല പീഡനങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു മാനസിക പീഡനം തന്നെയാണ് കേട്ടോ. കുഞ്ഞു മനസ്സിൽ ഈ മഴക്കാലം തുടങ്ങി കുറച്ച് കഴിഞ്ഞ് നമ്മുടെ വയനാട്ടിൽ അർജുനെ കാണാതെയായി. അതിന് ശേഷം വയനാട്ടിൽ ഇപ്പോൾ നടന്ന സംഭവം ഉരുൾപൊട്ടൽ, അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളുടെ മനസ്സൊക്കെ ആകെ എന്താ പറയുക വല്ലാത്ത അസ്വസ്ഥമാണ് കേട്ടോ. മഴ അധികം പെയ്യുമ്പോഴേക്കും കുട്ടികൾ മാത്രമല്ല നമ്മളും ഇത്തിരി അധികം കാർമേഘം മൂടി മഴ പെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിലൊരു ആവശ്യമില്ലാത്തൊരു പേടി. അപ്പോൾ അതിനിടയിലാണ് നമ്മൾ ഇത്തരം വീഡിയോകൾ കാണുന്നത്. ഇത്ര ദിവസത്തിനുള്ളിൽ പൊട്ടും, ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് സംഭവിക്കും എന്നൊക്കെ പറയുമ്പം എന്താ പറയുക, വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ. അതിനൊരു നടപടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.